തമിഴ്നാട് തോണ്ടിക്കൊണ്ടിരിക്കണ അച്ഛാ. അച്ഛന് എന്തിന്റെ കുഴപ്പം അച്ഛാ? എന്താണ് നിനക്ക് ഭയങ്കര അസുഖം. ഞാൻ പണി കണ്ടില്ലേ? അച്ഛൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കണത്? എന്തോന്ന് പറഞ്ഞു? നോണ പറഞ്ഞു നടക്കണത് ആരെ പറ്റി? അച്ഛൻ എന്റെ കുടുംബം കലക്കിയ ഇറങ്ങോളാം. നിന്റെ കുടുംബം കളിയ. അപ്പൊ ചിരിക്കല്ലേ? അപ്പൊ നിങ്ങൾ തന്നെയല്ലേ കാണിച്ചത്? എന്തോന്ന് കാണിച്ചു? എന്റെ ഭാര്യയെ പറ്റി ആവശ്യമില്ലാത്ത അനാവശ്യം പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താണ് ഇവിടെ? ഞാൻ നിന്റെ ഭാര്യയെ പറ്റി എന്തേലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? പറ്റിയെടുത്തപ്പോ പറഞ്ഞത് നിങ്ങളല്ല. ഞാനല്ല, ഞാൻ നിന്റെ അവളോടെ പറയണത്. അതല്ലേ ഞാൻ ചോദിക്കണത്. നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? എനിക്ക് പല അസുഖമുണ്ട്. നിനക്ക് ഏത് അസുഖം അറിയണം? ഈ അസുഖം അങ്ങ് മാറ്റണം. ഏത് അസുഖം? ഇപ്പൊ കയ്യിലിരിക്കുന്ന അസുഖം ഉണ പറച്ചില്. അയ്യേ വേറെ അയ്യേ ഉണ്ണിയുടെ സ്വഭാവം എന്തിനറിയേ? എന്റെ എന്റെ അടുത്ത് അവൻ നീ എന്തിനാ ഉദ്ദേശിച്ച് വന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഭാര്യയെ പറ്റി ഞാൻ പറയൂ അങ്ങനെ? നിങ്ങൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അതാണ് പറഞ്ഞത്. നിന്റെ ഭാര്യയുടെ ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെയാണ് വളർത്തി പെരുമാറണമെന്ന്. എടാ എന്റെ അത് നമുക്കറിയാലോ. നിങ്ങൾ അവിടെ ചെന്ന് മോളെ എന്ന് പറഞ്ഞിട്ട് നല്ല അടിച്ച് വിട്ടുകൊടുക്കും. ഇവിടെ വന്നുണ്ട്. എന്തിന്? ഒന്നുമില്ല. ആ പെണ്ണെ പറ്റി കുറ്റം പറയാം. നീയാണോ ആ പെണ്ണെ പറ്റി കുറ്റം അത്രയും പറഞ്ഞത്? പിന്നെ അവിടെ നിന്ന് മാറ്റി പുട്ടാക്കി കാറ്റിക്കൊണ്ടുണ്ടല്ലേ. അത് കൊണ്ടുവന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ അവളെ പറ്റി നുണ പറഞ്ഞാണ്. അതാണ് പറയാ നിന്റെ പാമ്പ്. പാമ്പ് വന്ന് ആരാണ് കൊത്തത് നമുക്ക് കണ്ടറിയാം. 6 മണിയാകുമ്പോഴായിരിക്കും വരണത്. 6 മണിയാ? മനുഷ്യനായാലോ കുറച്ച് ഉളുപ്പ് വേണം. ഉളുപ്പ് മനസ്സിലായോ? ഇവിടെ ഭയങ്കര ഉളുപ്പ്. എടാ ചാപ്പാടെ ഇവിടെ നോക്ക്. നമ്മൾ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടി വീട്ടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കാണിച്ച വേലയായിരിക്കും. നീ അത് മനസ്സിലാക്കണം. അച്ഛനെ മോനെ അടുപ്പിക്കാൻ വേണ്ടി. അതായത് ഞാൻ എന്തിനു പറഞ്ഞവളെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കൂടാ. സത്യങ്ങൾ വളച്ചൊടിക്കാം, മറച്ചു പിടിക്കാം. പക്ഷെ ഒരു ദിവസം അത് പുറത്തു വരും. മിസ്റ്റർ ഉണ്ണിപ്പിള്ളേ, നീ രൂപരാമല്ലേ? സേതുരാമയ്യരാ? ആശാനെ ഒന്നില്ലേലും ആശാന്റെ മോനല്ലേ ആശാനെ ഇങ്ങനെയൊക്കെ കാണിക്കാവൂ? എങ്ങനെയൊക്കെ കാണിക്കാവൂ? എടാ വലിയവര് സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കരുത്. ഇവിടെ ആര് വന്നാലും നിനക്ക് അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. നിന്റെ മൊബൈൽ എന്തിനു വീഡിയോ എല്ലാവരും എടുത്താ? അച്ഛനും മോനും അടി കൂടണത്? എന്നാ ഇത് അങ്ങ് കൊണ്ടുപോയി മര്യാദയ്ക്ക് അടങ്ങി പോയി ഇരുന്നോണം. കൊണ്ടുപോയടാ അച്ഛനെ. അപ്പച്ചി ചേച്ചി അപ്പച്ചി ചേച്ചി അപ്പച്ചി ചേച്ചി ചേച്ചി വിളിക്കും. ഇത് എന്തോ ഇനി ബഹളം ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അച്ഛൻ എന്തോന്നാണ് ഇവളെ പറ്റി അപ്പച്ചി എന്ന് പറഞ്ഞത്? ഞാൻ വല്ലൂ നിന്റെ അടുത്ത് പറഞ്ഞ? അയ്യോ അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. എന്തോന്ന് പറഞ്ഞു? പിന്നെ അങ്ങനെ ചോദിക്കണം. നേരത്തെ ഇവരാരാണോ എന്ന് പറഞ്ഞ അമ്മയടുത്ത്? ആര് പറഞ്ഞാലെന്താ? അത് നേര് തന്നെയല്ലേ അല്ലേടാ? അതെ അതെ. ആര് പറഞ്ഞല്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് ഒന്ന് പറയാല്ലോ. അവർക്ക് രണ്ടുപേർക്ക് അമ്മ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യം. എനിക്ക് കുറ്റം ഇല്ലെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞില്ല കുറ്റം. അപ്പൊ നിങ്ങൾക്ക് കുറ്റം ഉണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. ഇവർ രണ്ടിൽ ആരമ്മ പറഞ്ഞത്? ഒന്ന് പറ. അത് നിങ്ങളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവർ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. നമ്മൾ രണ്ടുപേരല്ല. പിന്നെ ഈ വീട്ടിലെ കാര്യം പിന്നെ വേറെ ആര് പറയാ? ഇല്ല, ചിന്നു ചേച്ചിയുടെ അമ്മയല്ലേ അമ്മച്ചി. അപ്പൊ ചിന്നു ചേച്ചിക്ക് എന്തെങ്കിലും തെറ്റ് വെച്ച അമ്മച്ചിയുടെ അടുത്തല്ലേ പറയേണ്ടത്? ഇവിടെ അല്ലേലും ആരെങ്കിലും സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പരിഹാസവും തല്ലൊക്കെ അല്ലേ? എന്ത് പോട്ടെ, അമ്മയ്ക്ക് എങ്ങനെ പറയാം? ഞാൻ രാമേണ്ണ എന്തൊക്കെ സംശയിച്ചെന്നറിയോ? ഞാൻ മാമനെ വരെ സംശയിച്ചു. നീ ഓരോന്ന് കാണിച്ചു വെച്ചിട്ടല്ലേ? എന്തോന്ന് കാണിച്ചിട്ട്? എന്നിട്ടപ്പോ നീ എന്തോ അടുക്കള കാണിച്ചത്? ആ പാത്രം ഒന്ന് കരിച്ചു. ഞാനെന്താ പറയുന്നറിയോ? ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചാലേ വലിയ അപകടത്തിലാ ചെന്ന് പെടാൻ പോകുന്ന അറിയാവോ?
നിനക്കറിയാം, നീ കേട്ടിട്ടില്ലേ ഇവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ? ഇനിയിപ്പോ നാളെ ഈ വീട് തന്നെ കത്തിപ്പോയാലോ? ഞാൻ അവരോട് പറയും. അത് പോയല്ലോ, അത് പോയല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തോന്ന്? ഇവിടെ അല്ലെങ്കിൽ എപ്പ അടുക്കള ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ കൈ മുറിക്കും, കൈ പൊള്ളിക്കും. അതെ, നീ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ആണോ? മക്കളെ അത് പോയി, സംഭവം കഴിഞ്ഞല്ലേ. നോക്ക് മക്കളെ അടുക്കള ചെന്ന് അതെ, തലവേദന എടുത്തു വയ്യ, ചായ ഇട്ടുണ്ടോ? ഞാൻ ചായ ഇടണം. എന്താ നിങ്ങളൊക്കെ വലിയ ശ്രദ്ധക്കാര്. അതെ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ എല്ലാ കാര്യത്തിലും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അതേ ഉള്ളൂ. ശ്രദ്ധിച്ചില്ലേ വലിയ അപകടത്തിൽ വിടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ, നിനക്ക് ചായ വേണോ? എന്താ ഒരു കാര്യം ചെയ്യും, ഒരു കടുപ്പത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചായ ഇട്ടുണ്ട്. ശരി ശരി, എല്ലാവർക്കും ഓരോ ശ്രദ്ധിച്ചൊരു ചായ. ശ്രദ്ധിച്ചൊരു ചായ. നല്ല ചായ ഇട്ടുണ്ടോ? നീ ഇനി ചുമ്മാ വഴക്കിന് മെക്കിട്ട് കയറാൻ ചെല്ലോ കേട്ടോ. അവനെ വിട്ടേരെ. പോട്ടെ പോട്ടെ. ചേണ്ട പോന്നു. ആ ചെറുക്കനെ അങ്ങോട്ട് വിളി.